മെൽബൺ മെട്രോ ടണൽ നവംബർ 30-ന് തുറക്കുന്നു. നഗരയാത്രയിൽ വിപ്ലവകരമായ മാറ്റം. മെൽബണിലെ പൊതുഗതാഗത സംവിധാനത്തിൽ വിപ്ലവകരമായ മാറ്റം കുറിച്ചുകൊണ്ട് ഏറെക്കാലമായി കാത്തിരിക്കുന്ന മെട്രോ ടണൽ ഈ മാസം 30-ന് യാത്രക്കാർക്കായി തുറന്നുകൊടുക്കും. പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയും വിക്ടോറിയൻ പ്രീമിയർ ജസിന്ത അലനും ചേർന്നാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. കൃത്യം 2 ആഴ്ചയ്ക്കുള്ളിൽ നഗരത്തിലെ യാത്രകൾ വേഗത്തിലാക്കാൻ പുതിയ ടണൽ യാഥാർത്ഥ്യമാകും. സമ്മർ സ്റ്റാർട്ട് എന്ന പേരിലാണ് പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിക്കുന്നത്. 5 പുതിയ ഭൂഗർഭ സ്റ്റേഷനുകൾ ആർഡൻ, പാർക്ക്വിൽ, സ്റ്റേറ്റ് ലൈബ്രറി, ടൗൺ ഹാൾ, അൻസാക് ഇതോടെ പ്രവർത്തനക്ഷമമാകും. പ്രാരംഭഘട്ടത്തിൽ വെസ്റ്റ് ഫൂട്സ്ക്രേ സ്റ്റേഷനുകൾക്കിടയിലായിരിക്കും പ്രധാനമായും സർവീസുകളോടുക. 2026 ഫെബ്രുവരി 1-ന് ബിഗ് സ്വിച്ച് എന്ന പേരിൽ പുതിയ സമ്പൂർണ്ണ ടൈം ടേബിൾ നിലവിൽ വരും. അതുവരെ നിലവിലെ ക്രാൻബേൺ, പാക്കൻഹാം, സൺബറി ലൈനുകളിലെ ട്രെയിനുകൾ സിറ്റി ലൂപ്പ് വഴി സർവീസ് തുടരും. ഉദ്ഘാടനം ആഘോഷിക്കുന്നതിനായി ഡിസംബർ, ജനുവരി മാസങ്ങളിലെ എല്ലാ വാരാന്ത്യങ്ങളിലും ഫെബ്രുവരി 1 വരെ വിക്ടോറിയയിലെ എല്ലാ പൊതുഗതാഗതവും യാത്രക്കാർക്ക് പൂർണ്ണമായും സൗജന്യമായിരിക്കും. മെൽബണിനെ മാറ്റിമറിക്കുന്ന പദ്ധതിയെന്ന് പ്രധാനമന്ത്രി. ഈ പദ്ധതി മെൽബണിനെ അടിമുടി മാറ്റിമറിക്കുമെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പറഞ്ഞു. ഇതൊരു നഗരം നിർമ്മിക്കുന്ന പദ്ധതിയാണ്. സബർബൻ റെയിൽ ലൂപ്പ് നിർമ്മിക്കാനുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയ്ക്കൊപ്പം വിക്ടോറിയയിലെ ജനങ്ങൾ അർഹിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളാണ് ഞങ്ങൾ നൽകുന്നത്, അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. പുതിയ ടണൽ തുറക്കുന്നതോടെ സിറ്റി ലൂപ്പിലെ തിരക്ക് ഗണ്യമായി കുറയ്ക്കാനും യാത്രക്കാർക്ക് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വേഗത്തിലെത്താനും സാധിക്കുമെന്നാണ് പ്രതീക്ഷ.